എന്തിനാ കല്യാണി ഇതൊക്കെ കൊണ്ടുവന്നേ? ഇതാ എന്റെ മാനം രക്ഷിച്ചത്. ഞാൻ നന്നായി കഴുകി ഇസ്തിരി ഇട്ടിട്ടാ കൊണ്ടുവന്നേ. കല്യാണി ആക്കോട്ടോ. കല്യാണിക്ക് നന്നായിട്ട് ചേരും. എനിക്കോ? ഞാനെന്താ വല്ല TV അവതാരകയാണോ? എനിക്കിതൊന്നും ശരിയാവില്ല. ആരാ പറഞ്ഞ കല്യാണിക്ക് ഇത് ശരിയാവില്ലെന്ന്? കല്യാണി ഇതിടാൻ വേണ്ടി അവതാരിക്കുന്നുണ്ടാ. കല്യാണി ഈ ദാവണിന്റെ മുകളിൽ ഇതിട്ട് നടന്ന ഈ ക്യാമ്പസിൽ അതൊരു പുതിയ സ്റ്റൈലായിരിക്കും, ഒരു പുതിയ ട്രെൻഡ്. പിന്നെ നമ്മുടെ കോളേജിലെ ലെക്ചർമാർ വരെ ഈ സ്റ്റൈൽ ഫോളോ അപ്പ് ചെയ്യും. ഇതൊക്കെ കേൾക്കാൻ നല്ല സുഖമുണ്ട്, പക്ഷെ വേണ്ട. ഇത് വെച്ചോ. ഇത് കല്യാണി വാഷ് ചെയ്ത് കൊണ്ടുവന്നല്ലേ? എന്റെ ഓർമ്മക്കായിട്ട് ഇത് കല്യാണി തന്നെ വെച്ചോ. ഒന്നുമില്ലെങ്കിലും ഇത് കാണുമ്പോഴെങ്കിലും എന്നെ ഓർക്കുമല്ലോ. ഇതെന്റെ ഒരു ഗിഫ്റ്റായിട്ട് കരുതിയാൽ മതി. ചെയ്തതെന്ന സഹായത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഇത് വെച്ചോ. ഇടേണ്ടവരിതിട്ട് വരുമ്പോ കാണാൻ നല്ല രസമായിരിക്കും. താങ്ക്സ്. എന്തായാലും ആദ്യ ദിവസം കണ്ട ആളല്ലേ ഇപ്പോ, പെട്ടെന്നങ്ങ് പിക്കപ്പായി. അല്ല, അന്നത്തിനെക്കാട്ടി സ്മാർട്ടായി. കോട്ട എന്റെ മാനം രക്ഷിച്ച കോട്ട്. ചിന്നു, നീ എന്താ ഇവിടെ? ക്ലാസ്സില്ലേ? അത് ക്ലാസ് തുടങ്ങിയില്ല. ഓ, ക്ലാസ് തുടങ്ങിയില്ലേ? ക്ലാസ് തുടങ്ങിയാലേ ക്ലാസ്സിൽ കയറാൻ പാടുള്ളൂ എന്നാണോ? ഞങ്ങളൊരു ടൈം പാസിന് കോളേജിൽ പഠിക്കാൻ വരുന്നത് ടൈം പാസിനല്ല, ടൈം വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താനാ. ഇതെന്തിന്റെ അസുഖമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നിശാന്തിനോട് സംസാരിച്ചതിലുള്ള ദേഷ്യം. അല്ല, ഇയാളിപ്പോ എന്തിനാ ഇവിടെ വന്നത്? ചിന്നു, കറങ്ങി ക്ലാസ്സിൽ പൊക്കെ. അല്ല, നിശാന്തിന്റെ ക്ലാസ്സും ആ ഭാഗത്തല്ലേ? എന്നാ വാ, നമുക്ക് പോവാം. നിശാന്ത് നിക്ക്. ഞാൻ നിശാന്തിനെ വിളിച്ചത്, ചിന്നുനെ അല്ല. ചിന്നു പോയിക്കോ. ഇത് ഞാൻ ഉദ്ദേശിച്ചത് തന്നെ കാര്യം. എന്താ നിന്ന് ആലോചിക്കുന്നത്? ചെല്ല്. ശരി, എന്നാ ഞാൻ നടക്കട്ടെ. പിന്നെ ബോയ്സ് ബെല്ലടിച്ചിട്ട് ക്ലാസ്സിൽ പോയാലും മതി. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയുണ്ട്. എന്നാലേ ബെല്ലടിക്കുന്നതിന് മുമ്പ് ക്ലാസ്സിലോട്ട് പോകാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കല്യാണി നിക്ക്, ഞാനുണ്ട്.